ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദയും കൊണ്ട് വിക്രം ബോബിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ബോബി അങ്ങനെ അടുത്ത് വലിയ ധൈര്യത്തിൽ ചെന്ന് നിന്നിട്ട്, ഈ പെണ്ണിനെ തൊടാൻ ഇത്രയ്ക്ക് പാടുണ്ടോ എന്റെ മക്കളെ എന്ന് ചോദിച്ച് ഇവൻ ഇങ്ങനെ കയ്യെ പിടിക്കുന്ന പോലെ വേദയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. പക്ഷെ പിടിക്കുന്നത് നമ്മുടെ വിക്രത്തിന്റെ കയ്യിലേക്കാണ് കേട്ടോ. അപ്പൊ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ. ഇനി മേലിൽ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ നേരെ നോക്കുവോ ചൂടാവോ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ നിന്നെ ഞാൻ വച്ചേക്കില്ലടാ, മനസ്സിലായോ എന്ന് ചോദിച്ച വിക്രം ഇങ്ങനെ ഒരു എന്താ പറയാ കത്തി ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ വേദ വേണ്ട, വിക്രം വേണ്ട എന്ന് പറഞ്ഞപ്പോ ആള് വേഗം സൈലന്റ് ആയി അത് താഴെ ഇട്ടു കേട്ടോ. എന്നിട്ട് വിക്രം എങ്ങനെ വേദയുടെ അടുത്തേക്ക് വരികയാണ്. വേദയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വേദ ഇങ്ങനെ വിളിച്ചു വിക്രം എന്ന്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ബോബി കൊണ്ടുവന്ന കത്തി വിക്രം ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇവൻ വേഗം തന്നെ ഈ കത്തി അങ്ങ് വലിച്ചൂരി. അപ്പൊ കൈ അങ്ങ് മുറിഞ്ഞു കേട്ടോ. അയ്യോ, കൈ മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞു വിട്ട ആൾക്കാരല്ല നിന്നെ പിടിച്ചോണ്ട് പോവാൻ വന്നതെന്ന്. അപ്പൊ അതൊക്കെ പറയാം, ആദ്യം വിക്രം കൈ ഒന്ന് കെട്ട് എന്ന് പറഞ്ഞു. അവസാനം പോക്കറ്റിൽ നിന്നൊരു ടവലെടുത്ത് വേദ തന്നെ കൈയൊക്കെ കെട്ടി അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ കൈയൊക്കെ കെട്ടി കൊടുത്തിട്ട് ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട്. അതെ, നന്നായി ബ്ലഡ് വരുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വിക്രം എന്ന് പറഞ്ഞു. ഓ, ഹോസ്പിറ്റലിൽ പോവാത്തൊരു കുഴപ്പമേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, അങ്ങനെ ബ്ലഡ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ എനിക്ക് അതിന് മാത്രമേ നേരം കാണുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരു പരിപാടിയും കാണില്ല, മനസ്സിലായോ? പിന്നെ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ചോര മണക്കുന്ന കൈകൊണ്ടാ കളിക്കുന്നതെന്ന്? അതുകൊണ്ട് മര്യാദയ്ക്ക് നീ പറയുന്നത് കേൾക്ക് വേദ. പറയുന്നത് പോലെ ഏത് സമയവും തെരുവിൽ അവസാനിപ്പിക്കാവുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ വിളിച്ചു കെട്ടാനാവില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിലെനിക്ക് ആത്മാർത്ഥമായിട്ട് പശ്ചാത്താപമുണ്ട്. പക്ഷെ അത് നിനക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് എനിക്കറിയില്ല. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഞാൻ പറയുന്ന കേക്ക്. അതിലും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നീയുമായിട്ട് എനിക്ക് പോവാനുണ്ട്. എവിടേക്ക് വിക്രം? വാ പറയാം എന്ന് പറഞ്ഞ വിക്രം വേദയും പുറകെ കയറ്റിക്കൊണ്ട് നേരെ എന്താ പറയാ വേദയുടെ വീടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ വേദയുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ആ ഗേറ്റില് ജഡ്ജിന്റെ അവിടെ ചെന്നപ്പോ തന്നെ വേദയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഇറങ്ങ എന്ന് പറഞ്ഞു. എന്നാ ആ ഗേറ്റ് ഒന്ന് തുറന്നേ, ഇവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അത് പറ്റില്ല, നീ ഇനി ഇവിടെയാണ്, നിന്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്. വീടോ? ആഹാ, അതെങ്ങനെ ശരിയാവും? മര്യാദയ്ക്ക് നീ ഗേറ്റ് തുറക്കടി എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഞാൻ തുറക്കില്ല, ഇങ്ങോട്ടേക്കാ വരുന്നതെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു, ഇങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം ഗേറ്റ് തുറക്ക, എന്നിട്ട് ചോദ്യം ചോദിക്കാം, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം വേദ ഗേറ്റ് തുറക്കുകയാണ് കേട്ടോ. വേദയ്ക്ക് ഒന്നും പറയാനൊന്നും പറ്റണില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം അനുസരിക്കുകയില്ല. അപ്പൊ പതുക്കെ വിക്രം ആ ബൈക്ക് എടുത്ത് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഈ സമയത്ത് ഈ ബൈക്കിന്റെ ഒച്ച കേട്ടോണ്ട് ശ്രീകാന്ത് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആരാ വന്നിരിക്കുന്നത്, എന്താ സംഭവം എന്ന് പറയാതെ ഇങ്ങോട്ട് കയറി വാടി എന്ന് പറഞ്ഞു. അപ്പൊ വേദയും അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഇവളുടെ കൈയും പിടിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു. വിക്രം എന്തീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഹലോ, ഉറങ്ങിപ്പോയോ എല്ലാവരും എന്ന് ചോദിച്ച് കോളിംഗ് ബെല്ലടിച്ചു. വന്നൊന്ന് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് ഇറങ്ങി വന്നു. ആഹാ, അപ്പോഴേക്കും ഉറങ്ങിയില്ലായിരുന്നോ? എന്താ നിനക്ക് വേണ്ടത്? അയ്യോ, ഒറ്റയ്ക്കിരുന്ന് വെള്ളം അടിക്കായിരുന്നു അല്ലേ കൊച്ചു കള്ളൻ, കൊള്ളാം. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജഡ്ജി അദ്ദേഹത്തിനോടാണ്. അദ്ദേഹത്തെ ഒന്ന് വിളിക്ക. ഏമാനെ, ജഡ്ജി ഏമാനെ എന്ന് പറഞ്ഞ് ഇവൻ വിളിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് യുവറോണർ, ഈ സമയത്താണ് നമ്മുടെ ജഡ്ജി ഇറങ്ങി വരുന്നത്, ശങ്കരനാരായണൻ. ഇപ്പൊ ശങ്കരനാരായണനും അതുപോലെ തന്നെ മുത്തശ്ശിയും അനിയത്തിയും വർഷയും എല്ലാവരുടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ. മോളെ എന്ന് പറഞ്ഞ മുത്തശ്ശി, ഇതെന്താ നീ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്, കേറി വാ മോളെ എന്നൊക്കെ പറയാണ്. അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഈ സമയത്താണ് നമ്മുടെ ജഡ്ജും അനിയത്തിയും കൂടെ ഇറങ്ങി വന്നു. അപ്പൊ എന്താ ഇവിടെ എന്ന് ചോദിച്ചോടാണ് ഇദ്ദേഹം വരുന്നത് തന്നെ കേട്ടോ. വിക്രത്തിനെ കണ്ടപ്പോ പിന്നെ പറയേണ്ട കാര്യമില്ലോ, വിക്രത്തിനെ അല്ലേ തന്നെ കാണത്തുമില്ല. പത്മ ആകെ സങ്കടത്തിലിരിക്കുകയാണ്. പത്മയ്ക്ക് ഭയങ്കര സങ്കടമായി. വേഗം തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചേച്ചി എന്ന് പറഞ്ഞോണ്ട് അനിയത്തിക്കുട്ടി ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും എന്ന് പറഞ്ഞ ശങ്കരനാരായണൻ ഇങ്ങനെ തടഞ്ഞു. വേണ്ട എന്നുള്ള മട്ടില്ല. അപ്പൊ അവിടെ നിന്നോട്ടോ ആള്. നോക്കമ്മേ, 2 ദിവസം കൊണ്ട് എന്റെ മോളുടെ കോലം കിട്ടു, എന്താ അവസ്ഥയായിരുന്നു നോക്കമ്മേ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ, തിന്നാനും കുടിക്കാനും എന്തെങ്കിലും ഉള്ള വീട്ടിലേക്കാണോ ഇറങ്ങിപ്പോയത്? തിരിച്ചു വരാൻ പറഞ്ഞപ്പോ കൂട്ടാക്കിയതും ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് വർഷയുടെ വക ഒരു കമന്റും വന്നു. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നിട്ട് വിക്രം പതുക്കെ ഇവരുടെ അടുത്തേക്ക് ചെല്ലാണ്.
നിങ്ങൾക്ക് ഇവിടെ എല്ലാ ദിവസവും ആറന്മുള വള്ളസദ്യ ആയിരിക്കും പതിവ്. എന്നാ പിന്നെ ഇന്ന് ഊണ് കഴിഞ്ഞ് ഊട്ടുപുര അടച്ചതാണോ ഡാ എന്ന് വിളിച്ചു. ആ പണി പിന്നെ തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്തനോട്. ചൂടാവാതെ എന്റെ ബായ്, ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതല്ല. എനിക്ക് ബോധിപ്പിക്കാനുള്ളത് വലിയ സാറിനോടാ. അത് ചേട്ടൻ അവിടെ ഇടങ്ങോലിടാൻ വരരുതേ, അവിടെ മാറി നിൽക്ക് എന്ന് പറഞ്ഞ ശ്രീകാന്തനെ മാറ്റി നിർത്തി. എന്നിട്ട് വേഗം തന്നെ പിന്നെയും നമ്മുടെ അങ്ങോട്ടേക്ക് ചെന്നു. യുവർ ഓണർ ശങ്കർ നാരായണ സാർ, ഈ ഭാര്യ എന്ന് പറഞ്ഞ എന്തൊക്കെ ടെൻഷനാണ് നിങ്ങളുടെ മകൾ എനിക്ക് തരുന്നതെന്ന് തോന്നുമോ? തലയ്ക്കകത്ത് ഇത്രയെങ്കിലും വിവരം വെക്കുന്ന പഠിപ്പൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ലേ സാറിന് എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എന്താ സാർ ചോദിക്കുന്നത് കേട്ടില്ലേ? സാർ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റില്ല. അതെനിക്ക് നന്നായി അറിയാം സാർ. പക്ഷേ സൊസൈറ്റിയില് നിങ്ങളുടെയൊക്കെ സ്ഥാനം, അഭിമാനം, അന്തസ് അതൊന്നും മനസ്സിലാക്കാത്ത ഇങ്ങനെ ഒരുവള് എങ്ങനെയാ സാർ ഈ വീട്ടിൽ വന്ന് ജനിക്കുക? ഇവളോട് എത്ര പറഞ്ഞിട്ടും ഇവക്ക് മനസ്സിലാവുന്നുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഇത് പറയാനായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? പരിഹസിക്കാനാണോ നിന്റെ ഉദ്ദേശം? അയ്യോ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല, ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യമാണ്. സാർ, ജഡ്ജി സാർ, ഞാൻ നിങ്ങളുടെ മകളോട് ചെയ്തു പോയ മുഴുവൻ അപരാധവും ചെയ്തു പോയത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ദേഷ്യത്തിന് ചെയ്തു പോയതാ. ഇവളെപ്പോൾ ഒരാള് എന്റെ വീടിന് ചേർന്നവളല്ല. അവളെ ഞാൻ തിരിച്ചു തരാൻ തന്നെ വന്നതാ. ദാ വീട്ടിലേക്ക് കയറ്റിക്കോ സാർ, ഉറപ്പായിട്ട് കയറ്റിക്കോ സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ദേ എങ്ങനെയാണോ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നത് അതേ കണ്ടീഷനിൽ തന്നെയാ തിരിച്ചു വരുന്നത്. ഒരു നയാ പൈസയുടെ ഡാമേജ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സാർ. സത്യം വിശ്വസിക്കാം സാറിന് എന്ന് പറഞ്ഞു. ഇവളെ അകത്ത് കയറ്റിയിട്ട് എന്നെ ഒന്ന് വെറുതെ വിട്ടേരെ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം, നീ എന്തൊക്കെയാ പറയണത്? നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മനസ്സിലായില്ലേ നിനക്ക് എന്ന് ചോദിച്ചു. ജഡ്ജി സാറേ, ഞാൻ കെട്ടിയത് വെറും ഒരു ചരടാണെന്ന് ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊട്. എന്നിട്ട് എന്നെ എന്റെ പാട്ടിനൊന്ന് വിട്ടേക്കാൻ പറ. സോറി 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 എന്ന് പറഞ്ഞു. നിങ്ങളുടെ വസ്തുവിനെ തിരിച്ചെടുത്തിട്ട് എന്നെ ഒന്ന് ഒഴിവാക്കണം. എത്ര മാത്രം എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. നിങ്ങളുടെ തലയ്ക്ക് എന്താ സുഖമില്ലേ? എന്തൊക്കെയായി വിളിച്ചു പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? തലയ്ക്ക് സുഖമില്ലാത്തത് നിനക്കാം. അതുകൊണ്ടാണ് നീ താലി താലി എന്ന് പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നത്. അതാദ്യം നീ മനസ്സിലാക്ക്. നീ ഉണ്ടാക്കി തരുന്ന തലവേദനയൊന്നും വേറെ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിൽ വന്ന് അമ്മയോട് 2 വാക്ക് സംസാരിച്ചാൽ കൂളാവുമായിരുന്നു. ആ അമ്മ പോലും എനിക്കെതിരായി. അതിനോരോ കാരണം നീ മാത്രം. അതുകൊണ്ട് ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കാം. നീയായി, നിന്റെ ഫാമിലിയായി, എന്നെ ഒന്ന് വെറുതെ വിട്ടേരെ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വിടാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ വിക്രം വേഗം അവിടുന്ന് പോവാണ്. അപ്പൊ മുത്തശ്ശി, മോനെ ഒന്ന് നിക്ക്, ഒന്ന് സംസാരിക്കട്ടെ. അയ്യോ വേണ്ട മുത്തശ്ശി, ഇനി എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേഗം തന്നെ വണ്ടി എടുത്ത് അവിടുന്ന് പോവാണ്. അപ്പൊ വേദ പെട്ടുപോയി. ഇനി എന്ത് ചെയ്യും എന്നറിയത്തില്ല. വേദ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കമലേനെയാണ്. അപ്പൊ കമല ആകെ സങ്കടപ്പെട്ട് പുറത്തിങ്ങനെ ഉമർത്തിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദിനിയും ശ്രീജയും കൂടെ വന്നു. അമ്മേ, എത്ര സമയമായിരുന്നു? വല്ല നിശ്ചയമുണ്ടോ അമ്മയ്ക്ക്? അത് പിന്നെ അമ്മയ്ക്ക് എന്താ ഇരിപ്പുറയ്ക്കുന്നില്ലല്ലോ? നല്ല ടെൻഷൻ ഉണ്ടല്ലോ. അതല്ല മോളെ, വേദയും കൊണ്ട് വിക്രം എങ്ങോട്ടാ പോയെന്നറിയാതെ. അതിപ്പോ എന്താ ഇത്ര സംശയിക്കാൻ? അവളെ വീട്ടിൽ കൊണ്ടാക്കി കാണും. വെറുതെ നാവെടുത്ത് ഓരോന്ന് പറയല്ലേ എന്റെ നന്ദിനി എന്ന് പറഞ്ഞു. എന്താ എങ്ങനെ വേണമെങ്കിൽ അതിൻ്റെതായ രീതികളും മര്യാദകളും ഒക്കെ ഇല്ലേ? ആ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ആചാരവും മര്യാദയും ഒക്കെ നോക്കണ്ടേ? അതിന് ആചാരവും മര്യാദയും പാലിച്ചിട്ടല്ലല്ലോ അവൾ ഇങ്ങോട്ട് വന്നത്. തിരിച്ചാ മര്യാദ കാണിക്കേണ്ട കാര്യമുണ്ടോ? ശരിയാണ്. പക്ഷെ വിക്രം അവളെ കൊണ്ട് വീട്ടിലേക്കല്ല പോയതെന്നാ തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ ശ്രീജയ തോന്നുന്നത്. അവനെ അങ്ങനെ അവളെ തിരിച്ചു കൊണ്ടാക്കില്ല അല്ലേ ശ്രീജയൻ? അപ്പോ അമ്മയ്ക്ക് ആ കുട്ടി ഇവിടുന്ന് പോവണ്ട എന്നായിരുന്നു അല്ലേ? അങ്ങനെയല്ല. അത് പിന്നെ പക്ഷേ മതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അമ്മ അവള് മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? അത് പറ എന്ന് ചോദിച്ചു നന്ദിനി. അല്ല, അങ്ങനെ നോക്കിയാ വിക്രത്തിന് ഒരു ജീവിതമൊക്കെ വേണ്ടേ? ചിലപ്പോ അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടന്നതെങ്കിലോ? അതെ അമ്മേ, എന്റെ മനസ്സും അങ്ങനെ തന്നെയാ പറയണത് എന്ന് ശ്രീജ പറയാണ്. കണ്ടില്ലേ, ശ്രീജയ്ക്ക് വരെ അങ്ങനെ തോന്നി. നിനക്ക് മാത്രം എന്താ നന്ദിനി അങ്ങനെ തോന്നാത്തത്? നീ എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അയ്യോ, അവൻ വിക്രത്തിന്റെ ഭാര്യയായിട്ട് വരുന്നതില് എനിക്കിപ്പോ എന്നാ? പക്ഷെ അമ്മയ്ക്കറിയാലോ, ചിലപ്പോ അച്ഛൻ മാഷിന്
അവന്റെ അങ്ങനത്തെ ആ ഒരു രീതി കാണാനായിട്ടല്ല. അവൻ നന്നാവുകയാണെങ്കിൽ അവന് മാഷായിരിക്കും ഈ ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അതെനിക്ക് ഉറപ്പാ എന്ന് കമല ഇങ്ങനെ പറയാ. എല്ലാം ശരിയായി വരും എന്ന് വിചാരിച്ചതായിരുന്നു. അതിനിടയില് അവൻ അവളെയും കൊണ്ട് എങ്ങോട്ട് പോയി ഞാനിപ്പോ ആലോചിക്കുന്നത്. ഒരു സമാധാനവും കിട്ടണില്ല. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കമല. പിന്നെ കാണുന്നത് വേദ അകത്തൊക്കെ കയറി മുത്തശ്ശിയുടെ തോളിലൊക്കെ ചാഞ്ഞിങ്ങനെ കിടക്കാണ്. അപ്പൊ ശങ്കർ നാരായണൻ വന്നിട്ട്, ഓ അകത്ത് കയറിയിരുന്നോ? ഇനിയിപ്പൊ വാതിലകത്ത് കയറില്ലെന്നാ ഞാൻ കരുതിയത്. എന്താ ശങ്കര പറയുന്നത്? ഇത് അവളുടെ വീടല്ലേ, അവക്ക് എപ്പോ വേണേലും വരാനും പോവാനും അധികാരമില്ലേ? അവക്ക് ആ തോന്നലുണ്ടെങ്കിൽ അധികാരത്തോടെ ഇവള് അങ്ങനെ ഇറങ്ങി പോവായിരുന്നോ? എല്ലാവരുടെയും മുൻപിൽ തല താഴ്ത്തി നിന്നത് ഈ ഞാനായിരുന്നില്ലേ അമ്മേ? എന്താ മിണ്ടാത്തത്? ഇവള് അവന്റെ മുന്നില് ഇപ്പോഴും തല താഴ്ത്തി നിൽക്കേണ്ടി വന്നില്ലേ എനിക്ക്? അതൊക്കെ ആര് കാരണ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ലോ ക്ലാസ് ഫാമിലിയുടെ കൂടെ എന്ത് വിശ്വാസത്തിലാ ഇവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോഴിങ്ങനെ നിന്നിട്ട്, അതെ, ഓരോ ക്ലാസ് തീരുമാനിക്കുന്നത് പണത്തിന്റെ അടിസ്ഥാനത്തിലാണോ അച്ഛാ? ഞാൻ അത് ഗുണത്തിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു വേദ. അതുകൊണ്ട് അച്ഛൻ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. വിക്രത്തിനെ വിശ്വസിച്ച് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റാണെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ അപമാനിക്കാൻ വിക്രം ആരെയും സമ്മതിക്കില്ല. അച്ഛൻ അറിയോ അത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ, ആ നിനക്ക് വേണ്ടി ഇത്രമാത്രം അവൻ എന്ത് ചെയ്തു എന്നാ? ഏത് പ്രശ്നത്തിനും അയാൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം അയാൾ അതെനിക്ക് തന്നു എന്ന് പറഞ്ഞു. അപ്പൊ മിണ്ടാതെ നിൽക്കാണ്. അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരാളും എന്നെ തൊട്ടുപോലും നോക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അതെനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. 2 ദിവസത്തെ പരിചയം മാത്രമേ എനിക്ക് വിക്രവുമായിട്ടുള്ളൂ. പക്ഷേങ്കില് എനിക്ക് അയാളെ വിശ്വാസമാണ്. ജീവിതകാലം മുഴുവൻ ആരുടെയും ഒരു തുണയും ഇല്ലാതെ തന്നെ അയാളുടെ കയ്യില് ഞാൻ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ വേഗം മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോളെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്താ ഇപ്പൊ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നടന്ന അടിയും മറ്റു കാര്യങ്ങളും ഒക്കെ വേദ വിശദമായിട്ട് തന്നെ മുത്തശ്ശിക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം തട്ടിക്കൊണ്ടു പോകാനുള്ള ആ ശ്രമവും ഒക്കെ. ദിവസം കൊണ്ട് അയാൾക്ക് ഇത്രയും സുരക്ഷിതത്വം എന്നിൽ ഉറപ്പാക്കാമെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാൾ എത്രമാത്രം എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെ, അച്ഛൻ പറഞ്ഞത് വിക്രം ഒരു ക്രിമിനൽ ആണ് എന്നല്ലേ? കുറച്ചൊരു നന്മയുള്ള ആളാണ് വിക്രം എന്ന് അച്ഛന് ഇപ്പോഴും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ബെസ്റ്റ് എന്റെ പൊന്നു ചേച്ചി, ഈ കാര്യം കൊണ്ടാണോ ചേച്ചി ഇനിയും അവളെ വിശ്വസിക്കാൻ പോണത്? ഇതുവരെ അയാളോടായിരുന്നു ദേഷ്യം. അയാൾ പറയുന്നത് ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചിക്ക് പഠിപ്പ് മാത്രമേ ഉള്ളൂ, വിവരമെന്ന് പറയണില്ല. നോട്ടം കൊണ്ട് പോലും ആരെയും നോക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ആരാ എന്നെ നോക്കിയത്? അതൊന്ന് നീ അല്ലെങ്കിൽ അത് ആലോചിച്ചിട്ടുണ്ടോ? സംശയമുണ്ടോ അവനോ അടി ഉണ്ടാക്കിയത് അയാളുടെ ഓപ്പോസിറ്റ് ടീമിനോടാണെന്ന്? അയാളുടെ ഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ അയാളുടെ വൈരാഗ്യം കൊണ്ടാ ചേച്ചിയോട് അവര് ഗുണ്ടായിസം കാണിക്കാൻ വന്നത്. പിന്നെ അവനെ തിരിച്ചു തല്ലിയത് വലിയ ഗുണ്ടായിസാണെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? ഒരു പെൺകുട്ടിക്ക് വേണ്ട സുരക്ഷിതത്വവും കരുതലും നൽകാൻ വിക്രമിന് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. എന്നാ പിന്നെ ആ മഹാൻ എന്തിനാ നിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടാക്കിയത് പറയ എന്ന് ചോദിച്ചോ. ഒരു ദിവസം ബലമായിട്ട് കയറി ചെന്ന് ആ വീട്ടുകാരെ സ്വീകരിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ടും നിനക്കത് മനസ്സിലായില്ല അല്ലേ? കഷ്ടം തന്നെ. നീ പറഞ്ഞ ഹീറോയ്ക്ക് സ്വന്തമായിട്ടൊരു പെണ്ണിനെ പോറ്റാനുള്ള ഒരു ശേഷിയില്ല. ആ ഒരു സ്ഥിതിക്ക് നിനക്ക് എന്താ അതാ അവൻ ഇവിടെ തിരിച്ചു നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടത് എന്ന് പറയാണ് ആ ശങ്കർ നാരായണൻ. അതുകൊണ്ട് ആദ്യം ആ ചരട് പൊട്ടിച്ചെറിഞ്ഞ് എന്റെ മകളായിട്ട് ഈ വീട്ടിലേക്ക് നീ തിരിച്ചു വാ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ചെയ്തതിന് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ടും ഇനിയും സമയമുണ്ട്. നന്നാവാനും നിനക്ക് സമയം ഇനിയുമുണ്ട് എന്ന് വേദയോട് പറയണം. വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയത് ഇവളാണ്. ഇനിയും അത് തന്നെയാണ് ഇവളുടെ ഭാവമെങ്കിൽ ആ വഴിക്ക് അങ്ങോട്ടേക്ക് വിട്ടേക്കണം. ഇനി ഇവിടുന്ന് ആരും എന്റെ വീട്ടിൽ നിന്ന് കരയാനും കാല് പിടിക്കാനും പിടിച്ചു നിർത്താനും ഒന്നും എന്റെ വീട്ടുകാരും ശ്രമിക്കേണ്ടതില്ല എന്നൂടെ ശങ്കർ പറഞ്ഞു. പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യപ്പെട്ട ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പൊ മുത്തശ്ശി കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു. മുത്തശ്ശി നോക്കി നിന്നിട്ട് പത്മേ എന്ന് വിളിച്ചു. അപ്പൊ നീ ചെല്ലു പത്മേ എന്ന് പറഞ്ഞു. അപ്പൊ പത്മയും കൂടെ തന്നെ ശങ്കർ നാരായണന്റെ മേളിലേക്ക് കയറി പോവാണ്. അപ്പൊ മുത്തശ്ശിക്ക് ആകെ സങ്കടമായി. മോളെ നീ എന്തൊക്കെ ഈ പറയണത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദയെ കുറ്റപ്പെടുത്താണ്. പറയുന്നത് നല്ലതിനാന്ന് മനസ്സിലാക്കുക. അച്ഛന്റെ സ്വഭാവം അറിയാലോ. നീ ആയിട്ട് നിന്റെ തീരുമാനം മാറ്റാതെ അച്ഛൻ അടങ്ങില്ല.
ദർശൻ ചേട്ടൻ ഇപ്പോഴും വിവാഹത്തിന് വേണ്ടിയിട്ട് റെഡിയാ. വേദേച്ചി ചുമ്മാ വാശി കാണിച്ച ദർശൻ ചേട്ടന്റെ ജീവിതത്തോടെ നശിപ്പിക്കല്ലേ. ആ വിക്രം വേദേച്ചിയെ കൊണ്ടാക്കിയപ്പം ചേച്ചിക്ക് വേദന തോന്നിയില്ലേ? അതിനേക്കാൾ എത്രയോ വേദന തോന്നിക്കാണും ദർശൻ ചേട്ടൻ അനുഭവിച്ചു കാണുമെന്ന് ചേച്ചിക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും മിണ്ടാതെ കുറെ നേരം നിന്നു. അപ്പൊ ദർശൻ തന്റെ അടുത്ത് വന്നതും സംസാരിച്ചതും ഒക്കെ പെട്ടെന്ന് വേദ ഇങ്ങനെ ആലോചിച്ചെടുത്തു കേട്ടോ. ചേച്ചി, ദർശൻ ചേട്ടന്റെ ലോകത്ത് വേദിച്ച് മാത്രമേ ഉള്ളൂ. ബലമായി കെട്ടിയ ചരടിന്റെ പേരില് ചേച്ചി ഭർത്താവാണെന്ന് വിശ്വസിക്കുന്ന വിക്രമന്റെ ലോകത്ത് ചേച്ചി ഇല്ല. ആ വ്യത്യാസം ചേച്ചി മനസ്സിലാക്കിയാലോ നന്ന്. ദീപ്തി, മതി നിർത്ത എന്ന് പറഞ്ഞു. നിങ്ങൾ വേഗം ചെല്ലാനല്ലേ പറഞ്ഞത്? ഇവളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുതെന്നാ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലായിരുന്നോ? അതുകൊണ്ട് ഇനി അത് വേണ്ട, നിങ്ങൾ അപ്പൊ നിന്നിട്ട് ചേച്ചിയുടെ മനസ്സിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മുത്തശ്ശി ഒരാളാ. പക്ഷെ ചേച്ചിക്ക് ഇപ്പം മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ദീപ്തി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. കൂടെ തന്നെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി എന്നിട്ട്, ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, നീ വേഗം ചെന്നെ റൂമിലേക്ക് ചെല്ലാൻ നോക്ക, ഇനി ആലോചിക്കണ്ട, വേറെ നേരെ ചെന്നിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക എന്ന് പറഞ്ഞ് വർഷയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്തും അപ്പുറത്തേക്ക് അങ്ങ് മാറിപ്പോയി കേട്ടോ. പക്ഷേങ്കില് താലിയെ പിടിച്ച ആളിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് അപ്പൊ മുത്തശ്ശിയും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവർക്കും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.